പലപ്പോഴും ബെൻഡ് ഗ്ലാസുകളെ പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. പറഞ്ഞു അലൂമിനിയം ചെയ്യാം, അലൂമിനിയത്തിൽ പല കളേഴ്സ് ചെയ്യാം, നമുക്ക് വെയിലും മഴയും കൊണ്ടുകഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളത്. കാരണം അത് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഡിസൈൻ ഉണ്ട്, അതിനൊരു ഡ്രോയിങ് ഉണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ഒരു ഫ്രണ്ടേജിൽ ചെയ്തിരിക്കുന്നതാണ് ബെൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ ടഫൺ ചെയ്യുന്ന സമയത്ത് അത് ആ ഫർണസിനകത്ത് വെച്ച് തന്നെ ആ ഗ്ലാസ് ബ്രേക്ക് ആയി പോകും. പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമസ്കാരം, ഗ്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഗ്ലാസ്സുകൾ, അത് ബ്ലോക്ക് പീസ് ആയിക്കോട്ടെ, ട്രയാങ്കിൾ പീസ് ആയിക്കോട്ടെ, ഏത് ഷേപ്പും ആയിക്കോട്ടെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളഞ്ഞിരിക്കുന്ന ഗ്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം. ഞാൻ ആകാശ് അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ള വീടുകള്, ഫ്ലാറ്റുകള്, വില്ലകളിലൊക്കെ കാണുന്ന ഒരു ഷേപ്പാണ് റൗണ്ട് ഷേപ്പുകളിൽ വരിക, റൗണ്ട് ആകൃതി കൊടുക്കുക, ഒരു എസ്തറ്റിക്കൽ ലുക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റൗണ്ട് ഗ്ലാസുകൾ അല്ലെങ്കിൽ റൗണ്ട് ഫിക്സഡ് ഗ്ലാസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നല്ലേ പലപ്പോഴും ബെൻഡ് ഗ്ലാസുകളെ പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു ബാൽക്കണിയിൽ ബെൻഡ് ഗ്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സൈറ്റിൽ നമ്മൾ ബെൻഡും ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടഫൺ ഗ്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 10mm ടഫൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പോലെ എ ടൈപ്പ് അലൂമിനിയം സ്പൈഗോട്ടാണ്, PVD പൗഡർ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 15 മുതൽ 20 വർഷം വരെ വാറണ്ടീഡ് ആയിട്ടുള്ള പൗഡർ കോട്ടിംഗ് ആണ്. കാരണം ഇതിന് മുകളിൽ വുഡാണ് വരാനായിട്ട് പോകുന്നത്, അതായത് ഒരു ഇമ്പോർട്ടഡ് വുഡാണ് വരാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും അതും നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു വുഡ് എന്ന് പറയുന്നത് വെയിലും മഴയും കൊണ്ടാൽ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഇല്ലാത്തതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു അലൂമിനിയം ചെയ്യാം, അലൂമിനിയത്തിൽ പല കളേഴ്സ് ചെയ്യാം, നമുക്ക് വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളത്. അതേ സമയത്ത് ഇപ്പോൾ പുതിയൊരു വുഡും കൂടെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂവും ഇല്ലാത്ത. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് ടഫൺ ചെയ്ത ഗ്ലാസ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വീടിൻ്റെ ഒരു ഫ്രണ്ടേജിൽ ചെയ്തിരിക്കുന്നതാണ് ബെൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ബെൻഡ് ഗ്ലാസ്സുകളെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നോർമൽ ആയിട്ടുള്ള ബെൻഡ് ഗ്ലാസും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ടഫൺ ചെയ്തുള്ള ബെൻഡ് ഗ്ലാസ്സുകളും അവൈലബിൾ ആണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കാണിച്ചിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്ലാസ് നമ്മൾ ടഫൺ ചെയ്തതാണ്. ആ ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ അതെങ്ങനെയാണ് പൊട്ടുക എന്ന് വെച്ചാൽ കൽക്കണ്ടം പൊടിയുന്ന പോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് പൊട്ടുക. ഒരിക്കലും ഒരു അപകടം ഉണ്ടാവില്ല. അതേ സമയത്ത് നോർമൽ ആയിട്ടുള്ള ടഫൺ ഗ്ലാസ്സുകൾ പൊട്ടുന്ന സമയത്ത് അത് ഒടിഞ്ഞാണ് വരുന്നത്. തീർച്ചയായിട്ടും അപകടം ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ഏരിയകളിൽ ചെയ്യാൻ പറ്റുമെന്നല്ലേ, അതായത് നമ്മളൊരു ബെൻഡ് ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ടഫൺ ചെയ്യണം പറയുന്നതിന്റെ ഏക കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റൗണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൗണ്ട് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. അത് ചെറുതായിക്കോട്ടെ, എത്ര വേണേ വലുതായിക്കോട്ടെ, എത്ര വലുതായാലും 360 ഡിഗ്രി ഉള്ള റൗണ്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന ഏതൊരു ബെൻഡും നമുക്ക് ടഫൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മറിച്ച് ബെൻഡ് പോകുന്ന സമയത്ത് ഇങ്ങനെ ബെൻഡ് വന്നു, പെട്ടെന്നൊരു ഒടിവ്, പിന്നെ വന്നു, പെട്ടെന്നൊരു ഒടിവ്, അങ്ങനെ ഒടിവുകൾ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് ടഫൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ടഫൺ ചെയ്യുന്ന സമയത്ത് അത് ആ ഫർണസിനകത്ത് വെച്ച് തന്നെ ആ ഗ്ലാസ് ബ്രേക്ക് ആയി പോകും. അപ്പം അങ്ങനെയുള്ള ഏരിയകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ഗ്ലാസ് ബെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബെൻഡ് കാണാം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 10mm നോർമൽ ഗ്ലാസ് ആണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 360 ഡിഗ്രി റൗണ്ട് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ടോപ്പിലൂടെ ഒന്ന് വരികയെന്നിരിക്കുക. ഇവിടെ നമ്മൾ റൗണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. നമ്മൾ റൗണ്ട് ഏകദേശം ഈ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. ഏകദേശം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും ഈ ഗ്ലാസ്സിന് ഇങ്ങോട്ടേക്ക് ഒരു ഒടിവ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്നും കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. അതിനുശേഷം വീണ്ടും റൗണ്ട് തുടങ്ങുന്നു, ഇവിടെ വെച്ച് വീണ്ടും അത് ഒടിയുകയാണ്. സോ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നമുക്ക് ഈ ഒരു ഒടിവ് വരുന്ന ഏരിയകളിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ടഫൺ ഗ്ലാസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ടഫൺ ഗ്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈവൻ ഇതിന്റെ മുകളിൽ റെയിൽസ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു ഗ്ലാസ് ഈവൻ ബ്രേക്ക് ആയാൽ താഴെ ആളുകൾ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപകടം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നോർമൽ ടഫൺ ഗ്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെൻഡ് ഗ്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ചെയ്തതിന് ശേഷം
നമ്മൾ നമ്മുടെ കാറിലൊക്കെ UV ഫിലിംസ് ഒട്ടിക്കാറുണ്ട്, സ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്യുന്നത്. അതേ ഫിലിംസിന്റെ തന്നെ എക്സ്ട്രാ ക്ലാരിറ്റി ഫിലിം എന്ന് പറഞ്ഞൊരു ഫിലിം വരുന്നുണ്ട്. ആ ഒരു ഫിലിം നമ്മൾ ഇതിന്റെ രണ്ട് സൈഡും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ സൈഡ് എങ്കിലും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈവൻ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഈ ഗ്ലാസ് ഈവൻ ഇത് ബ്രേക്ക് ആയിരിക്കുക, ബ്രേക്ക് ആവുന്ന സമയത്ത് കുറച്ച് സമയം നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ ഗ്ലാസ് എന്താവും അവിടെ പൊട്ടി അങ്ങനെ തന്നെ അവിടെ നിന്നോളൂ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും, നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും ബെൻഡ് ഗ്ലാസുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സ്റ്റിക്കറിങ് ചെയ്യണം എന്നുള്ളത് വളരെ മസ്റ്റാണ്. അത് നോർമൽ ഗ്ലാസുകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ. അതേ സമയത്ത് തന്നെ നമ്മൾ സ്റ്റേഴ്സിന്റെ എല്ലാം ബെൻഡ് ഗ്ലാസുകൾ ചെയ്യാറുണ്ട്. കൂടുതലും സ്റ്റേഴ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് കോൺക്രീറ്റ് അല്ല സ്ട്രക്ചറിൽ ചെയ്യുന്ന സ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾക്കത് കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ 360 ഡിഗ്രി റൗണ്ട് നമുക്ക് അതിൽ കിട്ടും. കാരണം അത് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഡിസൈൻ ഉണ്ട്, അതിനൊരു ഡ്രോയിങ് ഉണ്ട്. അതേ സമയത്ത് കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്ററിങ് എല്ലാം ചെയ്ത് പല രീതിയിൽ പല ഏരിയകളിൽ കട്ടിങ്ങുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ നോർമൽ ടഫൻ ഗ്ലാസുകളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ നോർമലായിട്ട് ബെൻഡ് ചെയ്ത ഗ്ലാസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിനൊക്കെ വളരെ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ ഒരു സ്റ്റിക്കറിങ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊട്ടുന്ന സമയത്ത് ഒരു അപകടം നമുക്ക് ഇതിൽ നിന്നും ഒഴിവായി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബെൻഡ് ഗ്ലാസിന്റെ ഇൻസ്റ്റാളേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടത്തിൽ നമ്മൾ A ടൈപ്പ് സ്പൈഗോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പൈഗോട്ടിന് കൊടുത്ത് ആ സെയിം തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഏത് കളേഴ്സിലും അവൈലബിൾ ആണ്. SS ഫിനിഷിൽ കൊടുക്കാം. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ കളേഴ്സ് എന്താണോ ആ ഒരു ഡിസൈൻ എന്താണോ അതോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ വീഡിയോ ആദ്യം ഇപ്പൊ തന്നെ ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെൻഡ്, ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഇതെല്ലാം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ പ്രൊസീജിയറുകളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ബെൻഡ് ഗ്ലാസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മളിതുപോലെ ഒരു ബെൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 98% മാത്രമാണ് അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും ബെൻഡ് ചെയ്യുന്ന ഗ്ലാസുകൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡ്രോയിങ്, ആ ഡ്രോയിങ്ങിന് കറക്റ്റ് ആയിട്ടുള്ള 360 ഡിഗ്രിയിൽ വരുന്ന ബെൻഡുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഒരു കോസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അവിടെയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ ഇത് ഏകദേശം ഒരു 2 മീറ്റർ ഉണ്ട് എന്നൊന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു 2 മീറ്റർ നമുക്ക് ഏകദേശം ഒരു 7,000 അല്ലെങ്കിൽ 7,500 ഒക്കെ വെച്ച് നമുക്കൊരു മീറ്റർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 14,000 രൂപ വന്നു എന്ന് വിചാരിക്കുക. അതേ സമയത്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ബെൻഡ് ഗ്ലാസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മീറ്റർ ചെയ്യുകയാണെങ്കിൽ എറൗണ്ട് അതിന്റെ ഡബിൾ കോസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നോർമൽ ബെൻഡ് ഗ്ലാസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാളും ഡബിൾ കോസ്റ്റ് നമുക്ക് ബെൻഡ് ഗ്ലാസ് ചെയ്യുന്ന സമയത്ത് വരും, അതും നോൺ ടഫണിന്. ഇനി അതേ സമയത്ത് നമ്മളത് ടഫണിലേക്ക് പോകുന്ന സമയത്ത് അത് ഏകദേശം 3 ഇരട്ടിയോളം, ആ ഒരു പറഞ്ഞ കോസ്റ്റിൽ 3 ഇരട്ടിയോളം കോസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പല കേസസിലും നമ്മൾ അതിന്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റേജും അതിന്റെ റിസ്ക് എലമെന്റുകളും, അതായത് ഫർണസിലിടുന്ന ആ റിസ്ക് എലമെന്റുകൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെയിറ്റിന്റെ നേരെ ഡബിൾ ആയിരിക്കും നോർമൽ ആയിട്ടുള്ള ബെൻഡ് ഗ്ലാസുകൾക്കും. അതേപോലെ തന്നെ സ്ട്രെയിറ്റിന്റെ 3 ഇരട്ടി ആയിരിക്കും നമ്മളത് ടഫൺ ഗ്ലാസ്സിലേക്ക് പോകുമ്പോഴും. കോസ്റ്റ് വൈസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ വീടിനും നമ്മുടെ വില്ല ഫ്ലാറ്റുകൾ എന്തുമായിക്കോട്ടെ എസ്തെറ്റിക്കൽ ലുക്ക് ബെൻഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു കോസ്റ്റും കൂടെ ഫൈനലിൽ വരുന്ന സമയത്ത് ഗ്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. സോ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മെയിൻലി ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു പോയിന്റ് ആ ഒരു സ്റ്റിക്കറിങ് തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ബാൽക്കണി ഗ്ലാസുകളെ പറ്റിയാണ്. അതായത് ബാൽക്കണിയിൽ ബെൻഡ് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്നാണ്. ബെൻഡ് ഗ്ലാസുകൾ എന്ന് പറഞ്ഞാൽ പല വിധമാണ്. ഒരുപാട് ഡിസൈനുകൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത വീഡിയോയിൽ ഇതിലും പുതിയ ഡിസൈൻസുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.